എല്ലാവർക്കും നമസ്കാരം. ഞാൻ മാൽവിക നായർ. എല്ലാവർക്കും അറിയാം, ഇപ്പോൾ എൻ്റെ ഒരു പടം റിലീസാവാൻ പോവാണ്, ദഫേദാർ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ദഫേദാറിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ദഫേദാർ എന്താ, ദഫേദാറിൻ്റെ വിശേഷങ്ങൾ എന്താ, ദഫേദാർ എന്താണ് നിങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഇറ്റ്. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇപ്പോൾ നായികയായിട്ട് ചെയ്യുന്ന ചിത്രം എന്ന് പറയുന്നത് ദഫേദാറാണ്. അപ്പോൾ തീർച്ചയായും ദഫേദാറിലെ ക്യാരക്ടർ എന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടറാണ്. ഞാൻ ഇതുവരെ ചെയ്ത് ഒരു ക്യാരക്ടേഴ്സ് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ദഫേദാറിൽ അമലയുടേത്. കാരണം ഇതുവരെയൊക്കെ ചെയ്തത് ഭയങ്കര പാപം പിടിച്ചൊരു ക്യാരക്ടറാണെങ്കിൽ ഇത് ഭയങ്കര ഒരു എനർജറ്റിക് ബബ്ലി ഒരു ന്യൂ ജൻ ഗേൾ. അപ്പോൾ അതിന് ഒരുപാട് സന്തോഷം ഇങ്ങനൊരു ക്യാരക്ടർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. വയസ്സാവുന്നതോറും മനുഷ്യന് വിവരവും വിവേകം ഉണ്ടാവുന്ന ഞാൻ കേട്ടിരിക്കണേ. ഇതിൻ്റെ കഥ മാഷ് ജോൺസൺ അസൽമാൻ മാഷ് എൻ്റെ അടുത്ത് പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാൻ കാരണം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടറാണ്. പിന്നെ ഇതിൽ നായികയായിട്ട് പറയുമെങ്കിൽ കൂടിയും ഇതിൽ എനിക്കൊരു പേരില്ല, എനിക്കൊരു നായകനില്ല. അപ്പം അതെനിക്ക് ഭയങ്കരമായിട്ടൊരു അട്രാക്റ്റ് ചെയ്തൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇതിൽ വേറൊരു ഘടകം തീർച്ചയായിട്ടും ഇതിലത്തെ മ്യൂസിക് ചെയ്തത് ഇളയരാജ സാറാണ്. സാറിൻ്റെ മ്യൂസിക്കിൽ അഭിനയിക്കുക എന്ന് പറയുന്ന ഏതൊരു ആക്ട്രസിൻ്റെയും ഒരു വലിയൊരു ഡ്രീമാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡായി. പിന്നെ ഇതിൻ്റെ ചെയ്യണം എന്ന് പറയുന്ന തീരുമാനം ആ സമയത്ത് എനിക്ക് വേറൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം ഞാനിപ്പോൾ 12th ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലീവ് എടുക്കുമ്പോൾ പ്രശ്നമാവുമോ. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഫാമിലി തന്നെയാണ്, അച്ഛൻ, അമ്മ. പിന്നെ ഒപ്പം തന്നെ സ്കൂളും വളരെയധികം സപ്പോർട്ട് ചെയ്തു, പ്രിൻസിപ്പളായാലും എല്ലാവരും. അപ്പോൾ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് കൂടി തന്നെയാണ് ഈ ഫിലിം ചെയ്തത്. ഇതിൻ്റെ ട്രെയിലറും പാട്ടൊക്കെ ഇറങ്ങിയതിന് ശേഷം ഒരുപാട് പേര് വിളിച്ചു, ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞു. കാരണം ടിനിച്ചേട്ടനാണ് ഇതിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വ്യക്തി. ടിനിച്ചേട്ടൻ തന്നെയാണ്. കാരണം ടിനിച്ചേട്ടൻ്റെ ആ ഒരു റോൾ, അല്ലെങ്കിൽ ഇത്രയും വ്യത്യസ്തമായ ഒരു ക്യാരക്ടർ, അത് വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ടിനിച്ചേട്ടൻ. കാരണം ടിനിച്ചേട്ടൻ ഹാസ് ഡൺ വെരി ഗുഡ് ജോബ്. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ആസ് എ കോ ആക്ടർ. നമുക്ക് എല്ലാവർക്കും അത് അറിയാം. അപ്പോൾ ആ ഒരു ഹാർഡ് വർക്കിനൊക്കെ വളരെ നല്ലൊരു റെസ്പോൺസാണ് ട്രെയിലറും പാട്ടൊക്കെ റിലീസ് ചെയ്തതിന് ശേഷം ലഭിച്ചത്. അപ്പോൾ അതിന് നമ്മൾ ഹോൾ ടീം അതിന് ഭയങ്കര ഒരു സന്തോഷമുണ്ട്. അതിനാണ് അച്ഛൻ എന്തെല്ലാം വീട്ടിൽ പോയിരുന്നില്ലേ? എന്നെ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കമൽ അങ്കിളാണ്. കറുത്ത പക്ഷികൾ, അതാണ് എൻ്റെ ഫസ്റ്റ് മൂവി. ഈ ഇൻഡസ്ട്രിയിലേക്ക് എന്നെ ആദ്യം, നോട്ട് ഫിലിം ഇൻഡസ്ട്രി അല്ലാതെ ഈ സിനിമ അല്ലെങ്കിൽ ഒരു ക്യാമറയുടെ മുമ്പിൽ എന്നെ കൊണ്ടുവരുന്നത് രാജസേൻ അങ്കിളാണ്. അപ്പോൾ അങ്ങനെ രാജസേൻ അങ്കിൾ ആണ് ഫസ്റ്റ് തന്നെ ഈ ഒരു ക്യാമറയുടെ മുമ്പിൽ എന്നെ കൊണ്ടുവന്ന. LKG പഠിക്കുമ്പോൾ ഞാൻ കൃഷ്ണകൃപാ സാഗർ എന്ന് പറഞ്ഞിട്ട് മെരിലാൻഡിൻ്റെ ഒരു സീരിയലാണ് ഞാൻ ഫസ്റ്റ് ചെയ്തത് LKG പഠിക്കുമ്പോൾ. അതിനുശേഷം പിന്നെ ഞാൻ ചെയ്യുന്നത് കറുത്ത പക്ഷികളാണ് ഫസ്റ്റിൽ പഠിക്കുന്നത്. ഇവർ രണ്ടുപേരാണ് എന്നെ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് പരിചയപ്പെടുത്തുന്നത്. മെയിൻ ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു സെൻട്രൽ ക്യാരക്ടർ ഇതിനു മുമ്പ് ഞാൻ കറുത്ത പക്ഷികൾ അല്ലെങ്കിൽ ഊമക്കുയിൽ പാടുമ്പോൾ അക്കൽദാൻ വില പെണ്ണ്, ഇതിലൊക്കെ തന്നെ ഒരു മെയിൻ ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു സെൻട്രൽ ത്രൂ ഔട്ട് ക്യാരക്ടർ തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ ദഫേദാറിൽ എനിക്ക് തോന്നുന്നു, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുവരെ ചെയ്യാത്തൊരു സ്മാർട്ട് ബബ്ലി ഗേളായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു ഫസ്റ്റ് ഷോട്ട് വരെ ഉണ്ടായിരുന്ന ഒരു ടെൻഷൻ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. അതിനുശേഷം വളരെ കൂളായിട്ടായിരുന്നു സെറ്റത്. കാരണം എല്ലാവരും, ആശായാലും എൻ്റെ ക്യാമറ സുധിയേട്ടനാണെങ്കിലും ടിനിച്ചേട്ടനാണെങ്കിലും കോ ആക്ടേഴ്സ്, പ്രൊഡ്യൂസേഴ്സ്, ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ജിക്സൺ തെക്കും, തൊലാഞ്ചിനോ, മാത്യു ജോർജ്, അവർ രണ്ടുപേരാണെങ്കിലും എല്ലാവരും ആണെങ്കിലും നമ്മളെല്ലാം എന്താ പറയുക, ഭയങ്കര ഒരു ജോളി ടൈപ്പിൽ ചെയ്ത മൂവിയാണ്. ഇതിൻ്റെ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന സമയത്ത് ഞാൻ ശരിയാവോ ഇല്ലയോ ആ ഒരു പേടിയൊന്നും എനിക്കുണ്ടായിരുന്നില്ല. അത് മേ ബി ബിക്കോസ് ഓഫ് ദ ക്രൂ, അല്ലെങ്കിൽ അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ക്രൂ ആയിരുന്നു ഞങ്ങളുടേത്. അതുകൊണ്ടായിരിക്കാം അതൊരു വലിയൊരു ബ്ലെസ്സിങ് തന്നെയാണ്. കാരണം ഒരു വലിയ ഭാഗ്യം തന്നെയാണ് അങ്ങനെ ഒരു ക്രൂ ലഭിച്ചത്. ദഫേദാർ എന്ന് പറയുന്ന ചിത്രം എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം ഇത് കണ്ടിറങ്ങുന്ന ഒരു പ്രേക്ഷകരൊന്നും നിരാശപ്പെടേണ്ടി വരില്ല. കാരണം ഈ ചിത്രം കണ്ടിറങ്ങുന്ന ഓരോ വ്യക്തികൾക്കും ഇതിൻ്റെ ക്യാരക്ടേഴ്സായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും.
കുടുംബ ബന്ധങ്ങളുടെ മൂല്യം അറിയുന്ന നല്ലൊരു ചിത്രമായിരിക്കും ഇത്. എല്ലാവരും പറയുന്ന പോലെ പറയുന്നല്ല, ഇത് ഭയങ്കര സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇത് ഞങ്ങൾ തരുന്ന പ്രോമിസാണ് നിങ്ങൾക്ക്. കാരണം ഒരാളും നിരാശപ്പെടേണ്ടി വരില്ല. തീർച്ചയായിട്ടും നിങ്ങൾ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു സിനിമയിൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന എല്ലാ ഫാക്ടേഴ്സും ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ചിത്രം തിയേറ്ററിൽ തന്നെ പോയി കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്. വിടരുന്നുണ്ടൊരു പുത്തൻ പുലർകാലം.